അപ്പോൾ ഇന്ന് കൊയ്ത്തായിരുന്നു കേട്ടോ. അടിപൊളി സെറ്റപ്പ്. അതേ നോക്കി എത്ര മീനായിരിക്കുന്നതെന്ന്. നല്ല സെറ്റപ്പ് ഫിഷിംഗ് ആയിരുന്നു ഇന്ന്. അപ്പോൾ ഇത്ര സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതേ കൂട്ടുകാരെ, നമ്മളിന്ന് ഫിഷിങ്ങിനായിട്ട് വന്നേക്കണം ആറന്മുളയിലാട്ടോ. നമ്മുടെ ചില്ലാൻ ബ്ലോഗ്സിൻ്റെ അടുത്താണ് ഫിഷിങ്ങിനായിട്ട് വന്നേക്കണേ. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലത്തിന് ഭയങ്കര ഹൈറ്റാണ്, നല്ല താഴ്ച. അതായത് ഇത്ര വലിയ പാലം ഞാൻ വേറൊരു സ്ഥലത്തും കണ്ടിട്ടില്ല, അതുപോലെ ഹൈറ്റ്. അതുകൊണ്ട് മീൻ അടിച്ച് കയറ്റാൻ ഭയങ്കര പാടാണ്. അടിച്ചാൽ വള്ളത്തേലെ കയറ്റെങ്കിലും നടക്കുള്ളൂ. ചില്ലാൻ താഴെ വള്ളമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻ കിട്ടുവാണെങ്കിൽ പുള്ളി അവിടെ കയറ്റി തരും. അപ്പോൾ നമുക്ക് മീൻ കിട്ടുമെന്ന് നോക്കാം. മീൻ കിട്ടുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. കുറേ ഉണ്ടോ? കേറി വാട 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 വാട. ഇതെന്നെ സാധനം എന്നെ കാണിക്കണേ. കടന്നു കടന്നു. ആരോ ഒരാൾ വന്നടാ, ആരോ ഒരാൾ വാ. നമ്മുടെ ചില്ലാൻ വ്ളോഗ്സ് വന്നിട്ടുണ്ട്. പുള്ളിയാണ് നമ്മുടെ ഇവിടുത്തെ സാരഥി. പുള്ളിനെ കൊണ്ട് നമുക്ക് എടുപ്പിക്കാം, വള്ളത്തെ എടുപ്പിക്കാം. ഊര അതിനകത്ത് തന്നെ ഇട്ടോ. ഊരാൻ പാടാണെങ്കിലേ ആ കുടുക്ക് ബാക്കിന്ന് ഊരിയാൽ മതി. ആ ഡാറ്റിന്റെ ബാക്കിന്ന് കെട്ടം കഴിക്കാം. അത് കുടുക്ക ആ ലൂസ് ചെയ്തങ്ങ് പോന്നോളൂ. എന്നാ തോറം കയറട്ടാ. പിടിച്ചോ. ലൂസ് കൊണ്ടോ, ലൂസ് കൊണ്ടോ, ലൂസ് കൊണ്ടോ, ലൂസ് കിട്ടോ. അല്ല മാക്സിമം ഒത്തിരി മസിൽ പിടിക്കണ്ട, ഒത്തിരി മസിൽ പിടിക്കണ്ട. ഒന്നും കൊണ്ട ഇത് പിടിച്ചോ. ഒന്ന് മറിക്കട്ടെ, ഒന്ന് മറിക്കട്ടെ, ഒന്ന് മറിക്കട്ടെ. ചില്ലാൻ എവിടെയാ വായക്കണേ? വായോ വായോ. മേളിലേക്ക് തിരിച്ചു കയറിയ 8-ന്റെ പണിയാട്ടോ. തിരിച്ച് മുകളിലേക്ക് കയറിയ പണി. അവിടെ നിന്നോട്ടെ, അവിടെ നിന്ന് കിടന്ന് കളിച്ചോട്ടെ. അടി നടക്കില്ലല്ലോ അല്ലേ? ഇല്ലായിരിക്കും. ചില്ലാനല്ലേ, നമുക്ക് പട്ടാളമാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇതേപോലെ രണ്ടാമത്തെ രാജുവായി അടിച്ച്, നമ്മളടിച്ച ആയുധം അടിച്ച ഹെവി സാധനത്തിന് രണ്ടാമത് രാജു അടിച്ച് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ കയറിയിട്ടുണ്ടേ. ഇത് വേറെ ആണോ? രാജു ഒന്ന് പിടിച്ചല്ലേ, പൊന്നല്ലേ ഒന്ന് പിടിച്ചേ. ഈ പാലത്തിന് അടിയിലേക്ക് കയറിയ പണി കിട്ടും. ഉടക്കൊന്നുമില്ല. ഹെവി സാധന, ഹെവി ഹെവി. അല്ല വള്ളി പിടിക്കണ്ട, അങ്ങനെ എടുത്തായി. ഓക്കെ. അങ്ങനെ രണ്ടാമത്തെ നമ്മൾ വള്ളത്തെ തന്നെ പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 മീനും വള്ളത്തെ കിടക്കുക. കരയിൽ കയറി വരുമ്പോൾ എല്ലാ മീനും ഒരുമിച്ച് കാണിച്ചു തരാവേ. എന്നാ രാജു വാ, അടുത്തന്നെ പൊക്കട്ടെ. അപ്പോഴത്തേക്ക് ഇത് അവൻ പറഞ്ഞ വള്ളി ലൂസ് ഇത് കേട്ടോ. നോക്കിയിട്ട് മതി. മുഴുത്താണ്ടാ പിടിയാ, പൈസ മേടിച്ചു വിടാ. ചേട്ടാ തോക്ക് വാങ്ങണേ. താഴത്തേക്ക് പോയോ? വെള്ളം വരും. നീ ചുറ്റിട്ട് ഇപ്പുറത്തേക്ക് വാ. അത് തൊളയുടെ വീണ് നടക്കണേ. നോക്കണം, ജസ്റ്റ് നോക്കിയാടാ. അതിൽ കയറ്റിട്ടാ നിൽക്കണം. തൊളയിലെ വീണ് നടക്കാം. പിടിച്ചു കൊണ്ടാ വിട്ടോ.
പിടിച്ചോട്ടാ. ആ കമ്പിനകത്ത് ഇച്ചിരി അങ്ങോട്ട് പോകാമോ? പൈസ അങ്ങോട്ട് പോകാമോ? ആ കമ്പിനകത്തേക്ക് ഒന്ന് കയറും വലിക്കുമ്പോൾ. അപ്പോൾ മൂന്നാമത്തെ കയറിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല സ്ട്രോങ് അടിക്കാൻ അടിച്ചുകൊണ്ടിരിക്കണേ. ആ കമ്പിനകത്ത് കയറ്റിക്കരുത്. ഓ, തുളയ്ക്കകത്ത് വീണ്ടും ചാടി. ഒന്ന് ലൂസ് ചെയ്താ. ആ ചില്ല മറ്റുന്ന അവൻ എടുത്തോളും. എൻ്റെ അമ്മ ഒരു വേറെ സാധനം വന്നേ വിടല്ലേ. അമ്മച്ചി പിടുത്തം. ചില്ലറ സെറ്റായടാ? റെഡിയായോ? ഡാർട്ട് ഫ്രീ ആയോ? ആ പറഞ്ഞേരെ, കാണത്തില്ല. ആ സാധനം സെറ്റ്. ചെറിയ മീനില്ല കേട്ടോ. ആ എൻ്റെ അളിയ എന്നളിയാ കിടന്ന് കാണിക്കണേ. ആ വള്ളി അവിടെ കുത്തി നിൽക്കുക. ആ ഡാർട്ടേ അവിടെ കുത്തി നിൽക്കുക. ആ പോന്നു, കറങ്ങിപ്പോയി. അത് വരും. പാലം ചെറിയ ഹൈറ്റൊന്നും അല്ല വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഹൈറ്റാട്ടോ. തൂക്കി കര കയറ്റുമ്പോഴത്തേക്കും കൈ കഴിക്കും നമ്മുടെ. അനങ്ങാൻ പറ്റാണ്ടായി. എൻ്റെ അളിയാ കൈ കളിച്ചു. നാലാമത്തെ കേട്ടോ. എൻ്റെ അമ്മേ, ഞാൻ ആദ്യം ഓർമ്മ കരയിൽ കയറിയത് ആദ്യമായിട്ടാട്ടോ. ബാക്കിയെല്ലാം വള്ളത്തെ കിടക്കുവാണേ. ബാക്കി ഞാൻ വരുമ്പോൾ കാണിച്ചു തരാം. എവിടം വരെ ഒന്നും എവിടം വരെ. ഓ ഷോർട്ടറാ മോനെ. പൊള്ളി സാധനം, പൊള്ളിയടി പൊള്ളി. കൊണ്ടുവിടാ കാട്ടാ സാധനം ഒന്ന് കൊണ്ട്. ദേവറ മന്നോയ്ക്ക് 2 മന്നോയ്ക്ക് ഷാനുവേ കൊണ്ടു. ഇവന് ദേ വേറെ സാധനം വന്നു ഇപ്പുറത്തേക്ക് വലതുവശത്തേക്ക്. അത് ഞാൻ അടിച്ചോളാം. വള്ളി അപ്പുറത്ത് കിടക്കും. അന്നേരമാണ് കൊണ്ടില്ല എന്ന് പറഞ്ഞേ. സമാധാനം മീ ആ അപ്പുറത്ത് കയറി ചുറ്റിയേക്കണതാ. എടാ പയ്യെ കൊണ്ടോ പയ്യെ. നീ വെള്ളത്തിന്റെ അടിയിലേക്ക് അടിക്കാം ഒന്ന് നിർത്തട്ടെ. അങ്ങ് ആടിപ്പോയി കറക്റ്റ്. അടിച്ചിട്ടാ ഷാനുവേ. നിക്ക് വെയിറ്റ് ഞാൻ നിർത്തിക്കോട്ടോ. കയറിയില്ലേ വരട്ടെ. പയ്യെ ഫുള്ള് വരട്ടെ. ഓക്കെ കാണിച്ച രാജു ഇങ്ങോട്ട് തിരിഞ്ഞാ. ആ നോക്കി കാണിച്ചു. കയ്യിലെടുത്തേ. കീറിപ്പോയതാ സാധനം. കരയിൽ കയറി കേട്ടോ. ഒരു കരിമീൻ അതിൻ്റെ ആ മരക്കുറ്റി എൻ്റെ അളിയാ. പയ്യ ശ്രദ്ധിച്ചടി. ഓടാ പൊള്ളി സാധനം. മോനെ അങ്ങോട്ട് ഉണ്ടോ? അങ്ങോട്ട് വലിക്കുക. ഒരു 1.5 കിലോ മുകളിലുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങോട്ട് വെച്ചോ തലക്കെട്ട. ഇങ്ങോട്ടും ഉണ്ടോ? കടന്നോ? പിന്നെ കടന്നോന്നോ? എൻ്റെ അളിയ സൈസ് നോക്കി. അടിക്കണോടാ? പൊക്കണ്ട, അല്ലാണ്ട് പൊക്കല്ലേ. എൻ്റെ മോനെ, എൻ്റെ വലുപ്പം നോക്കിയടാ.
വീഡിയോ ഉണ്ടോ ഉണ്ട്, എൻ്റെ തലയിലുണ്ട്. എടാ ഓണല്ലേടാ മിഷി ഇത് ഉണ്ടുണ്ട്, അടി കൊള്ളണ തൊട്ടുണ്ട്. നല്ല കനമുണ്ട്. അതാടാ 1 കിലോ 1.5 കിലോ മേലുണ്ടത്. ഭയങ്കര വലിപ്പം. ഹെവി സാധനം കേട്ടോ പറഞ്ഞു. ഒറ്റ അടിക്കും പറഞ്ഞു. വെടിച്ചില് സിലോപ്പിയ. നമ്മുടെ ആനക്കയത്തൊക്കെ നമ്മൾ അടിച്ച ടോപ്പ് സാധനമില്ലേ, അതിൻ്റെ അത് ഏറ്റവും ടോപ്പ് സാധനം. അതിൻ്റെ വലിപ്പമുണ്ട് കേട്ടോ. നമ്മൾ പണ്ട് അടിച്ചിട്ടുണ്ടായിരുന്നു ആനക്കയത്ത് ഹെവി സാധനം. അപ്പോൾ ഈ അടുത്ത ഇടയ്ക്ക് നമ്മൾ കിട്ടിയാൽ ഏറ്റവും ടോപ്പ് വലിപ്പം. എൻ്റെ അമ്മ പിടിച്ചടാ, അങ്ങോട്ട് ഷോണിച്ചടാ, അങ്ങോട്ട് ഷോണിച്ചടാ. എൻ്റെ പൊന്നെ ഹെവി സൈസ്. നോക്കി നിന്റെ കൈ വെച്ചേ. ഈ പൈപ്പ് ഒന്നുമില്ല. പൈപ്പ് പുറകെ വെക്കും. പൈപ്പ് മുകളിൽ ഒന്നുമില്ല. പൈപ്പ് വെച്ചിട്ട് ഒരടിയല്ല 1.5 അടി മുകളിൽ. ഹെവി സാധനം കേട്ടോ. അപ്പോൾ ഇന്ന് കൊയ്ത്തായിരുന്നു കേട്ടോ. അടിപൊളി സെറ്റപ്പ്. അതേ നോക്കി എത്ര മീനായിരിക്കുന്നതെന്ന്. നല്ല സെറ്റപ്പ് ഫിഷിംഗ് ആയിരുന്നു ഇന്ന്. ഇത്ര സാധനം കിട്ടിയിട്ടുണ്ട്. ഈ പാലത്തിലെ പരിപാടി നമ്മൾ നിർത്തും കേട്ടോ. നമുക്കിവിടെ നിന്ന് 5 വാഹ കയറിയിട്ടുണ്ട്. ഒരു 2-3 പൊട്ടിപ്പോയി. ഭയങ്കര ഹൈറ്റാണ്. മുഴുത്ത അടിപൊളി വാഹകൾ കിടപ്പുണ്ട്. നമ്മൾ ഒരു വരവ് കൂടി ഇവിടെ വരും. ഇവിടെ നമ്മൾ ആവശ്യത്തിന് മീൻ ഇനിയും പിടിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പിരിയുകയാണ്. അപ്പോൾ നമ്മൾ പോണ വഴിക്ക് 1-2 സ്പോട്ടുണ്ട്. ആ സ്പോട്ടിൽ മീൻ കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ ബൈ.